പ്രഥമ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2026 ജനുവരിയിൽ കോഴിക്കോട്ട് നടക്കുന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമർപ്പിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളും പാർലമെന്ററി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യവത്തായ അർത്ഥവത്തായ പ്രവർത്തന രീതികളെയും എല്ലാം മാനിച്ചുകൊണ്ടാണ് അവാർഡ് കമ്മിറ്റി അദ്ദേഹത്തെ ഏകണ്ഠമായി ഈ പേരിലുള്ള ഈ അവാർഡിന് തെരഞ്ഞെടുത്തത്. ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഫോറം പ്രഥമ പ്രധാനമന്ത്രിയും സോഷ്യലിസ്റ്റുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ ജവഹർലാൽ നെഹ്റു നാഷണൽ പ്രതിഭാ പുരസ്കാരമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് UK കുമാരൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് എന്നിവരടങ്ങിയ 2-അംഗ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് പ്രതിപക്ഷ നേതാവിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ എടുത്ത ഉറച്ച നിലപാടുകളും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ശോഭയാർന്ന പ്രവർത്തന മികവും പാർലമെന്ററി രംഗത്തുള്ള സമഗ്രമായ സംഭാവനകളും പരിഗണിച്ചാണ് അവാർഡ് നിർണയ കമ്മിറ്റി VD സതീശനെ അവാർഡിനായി തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ അറിയിച്ചു. അവാർഡ് ദാനത്തോടനുബന്ധിച്ച് വളരുന്ന അഴിമതിയും തളരുന്ന രാഷ്ട്രവികസന സങ്കല്പവും നെഹ്റുവിയൻ ചിന്തകളുടെ പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ദേശീയ സംവാദ പരിപാടിയും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നാഷണൽ ലീഗൽ ആൻഡ് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV മോഹൻലാൽ, ഫോറം രക്ഷാധികാരി നസീർ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK സത്യനാഥൻ, അഡ്വക്കേറ്റ് MP ശ്രീജിത്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.